കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെയും വിഷുദിനാശംസകൾ. ഈ ഒരു വിഷുക്കാലത്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എല്ലാ കോഴ്സുകളും അപ് ടു 30% ഓഫറോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ഷൈജു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SI ഉൾപ്പെടെയുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് സജഷൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള നമ്മുടെ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ ഒരുപാട് കുട്ടികൾ നമ്മളോട് സജഷൻ തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സജഷന്റെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്, സോ ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് സെഷനാണ് ഈ ഒരു ക്ലാസ്. സോ ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് ചിലപ്പോൾ മാറാം. എന്നിരുന്നാലും രണ്ട് ഭാഗങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ ഒരു ബുക്ക് എടുത്ത് വെച്ച് അതിനകത്തേക്ക് നോട്ട് വൃത്തിയായിട്ട് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ആ ഒരു മാർക്ക് നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗം സ്ഥിരമായിട്ട് പരീക്ഷകളിൽ കണ്ടുവരുന്നുണ്ട്. ഇതൊരു സ്ഥിരം ചോദ്യമാണ്, ഒരു ട്രെൻഡി ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിരവധി പരീക്ഷകളിലെ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം എങ്ങനെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ റിമൈൻഡർ തിയറം പഠിക്കുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അതിനു മുമ്പേ ഞാൻ നിങ്ങളോട് പറയുന്നു, എടാ കുഞ്ഞുങ്ങളെ, പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യഘട്ട പ്രിലിംസിന്റെ പരീക്ഷ നടക്കുന്നത് മെയ് 24-ാം തീയതിയും രണ്ടാം ഘട്ടം നടക്കുന്നത് ജൂൺ 28-ാം തീയതി ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ ദിവസങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ സിലബസിനോട് നീതി പുലർത്തുന്ന രീതിയിലെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വൃത്തിയായിട്ട് പഠിച്ചു പോകണം. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളുടെ സിലബസിനകത്തുനിന്ന് എത്ര ശതമാനം ഭാഗമാണ് അന്നേ ദിവസം നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും പ്രയോജനപ്പെടുത്തുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് നേടിയെടുത്തു എന്നുള്ള ആ ഒരു ബോധത്തിൽ വേണം ഓരോ ദിവസങ്ങളും നീങ്ങുവാൻ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. ഇനി ദിവസങ്ങൾ വളരെ കുറവാണ്. ഇനി എടുക്കുന്ന ദിവസത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫോർട്ടുകൾ പോലും സ്വാഭാവികമായിട്ട് നമ്മുടെ റിസൾട്ടിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാണ്. സോ നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. അവിടുന്നാണ് ചോദ്യത്തിന്റെ പകുതി ഇരിക്കുന്നത്. അതായത് 100 മാർക്കിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പകുതി ചോദ്യങ്ങൾ വരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. സോ അവിടെ അപ്ഡേറ്റുകളില്ല. നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് എന്നുള്ള മാർക്ക് ഉറപ്പായിട്ടും അടിക്കാൻ പറ്റും. സോ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. അവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. സോ മാത്സിനകത്ത് ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മെന്റൽ എബിലിറ്റി പോർഷനിലെ ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇന്ന് നമ്മൾ ഈ 1ാമത്തെ ചാപ്റ്റർ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തു നിന്നുള്ള റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗമാണ്. സോ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗം പലരും ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഭാഗമായിരിക്കാം. പക്ഷേ എടാ പിള്ളേരെ, ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗം. സോ അതുകൊണ്ട് നിങ്ങൾ വെറുതെ കണ്ടുകൊണ്ട് പോകരുത്. ഒരു ബുക്ക് എടുത്ത് എഴുതി വൃത്തിയായിട്ട് നോട്ട് തയ്യാറാക്കി വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. ദാ പിടിച്ചോ 1ാമത്തെ ചോദ്യം. ഇവിടെ മക്കളെ, 1ാമത്തെ ചോദ്യം ദാ വന്നിട്ടുണ്ട്. ഇതാണ്ടേ, എന്റെ കൂടെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണം. വീഡിയോ പോസ് ചെയ്ത് വെച്ച് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഞാൻ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നതെന്നുള്ള കാര്യം പഠിച്ചിട്ട് 2ാമത് മുതലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചോണം. എടാ, 53 + 35 + 74 + 88-നെ 5 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ എന്തോ ചെയ്യും? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് 5 കൊണ്ട് ഹരിക്കാൻ പോകും അല്ലേ? അതിന്റെ ആവശ്യമില്ല, വേറെ പരിപാടിയുണ്ട്. എടാ, ഇത്രയും വലിയ ഈ സാധനത്തിനെ 5 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്ന് ചോദിച്ചു
ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? എടാ ഓരോ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുക, റിമൈൻഡർ എഴുതി അങ്ങ് പോയാൽ മതി, വേറെ ഒരു പരിപാടിയില്ല. സോ അങ്ങനെയാണെങ്കിൽ 53നെ 5 കൊണ്ട് ഹരിച്ച എത്ര? ശിഷ്ടം പറഞ്ഞാൽ മതി, റിമൈൻഡർ പറഞ്ഞാൽ മതി. 10 5 50, ശിഷ്ടം 3 അല്ലേ? അപ്പൊ ഇവിടുത്തെ ശിഷ്ടം 3 ആണെന്ന് മനസ്സിലായി. പ്ലസ് 35നെ 5 കൊണ്ട് ഹരിച്ചാൽ 7 5 35, ശിഷ്ടം 0 ആണ്, ശിഷ്ടം 0 ആണ്. 74നെ 5 കൊണ്ട് ഹരിച്ചാൽ എടാ 70ന്റെ ബാക്കിയെല്ലാം ശിഷ്ടമല്ലേ? ആണ്. 70ന്റെ ബാക്കി എത്ര? 4 ആണ് അവിടുത്തെ ശിഷ്ടം. അതേപോലെ 88നെ 5 കൊണ്ട് ഹരിച്ചാൽ 85ന്റെ ബാക്കി എല്ലാം ശിഷ്ടമല്ലേ? സോ 85ന്റെ ബാക്കി എത്ര? 3. അപ്പോൾ അവിടുത്തെ ശിഷ്ടം 3 ആണെന്ന് മനസ്സിലായി. കണ്ടോ? ഇനി 3ഉം 0 കൂടെ കൂട്ടി എത്ര? 3. എടാ 3 4 കൂടെ കൂട്ടിയാൽ 7, 7 3 കൂടെ കൂട്ടി എത്ര? 10. ആ 10നെ ഇനി 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. പറ്റുമല്ലോ. സോ അങ്ങനാണെങ്കിൽ 10നെ 5 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര? 2 5 10, ശിഷ്ടം 0. അപ്പൊ ഉത്തരം എത്ര? 0 എന്ന് വരും. ആൻസർ 0 ആണ്. ഹരിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ഹരിച്ചാൽ മതി, ഹരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ സംഖ്യ ഉത്തരമായിട്ട് പരിഗണിക്കുക. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ തൊട്ടു താഴെ ഒരു ക്വസ്റ്റ്യൻ ആണ് നടക്കുന്നു. താണ്ടേ ഈ പറയുന്ന ഈ സാധനത്തിന് 8 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. നോക്കാം. 28നെ 8 കൊണ്ട് ഹരിച്ചാല് എടാ 3 8 24, 24ന്റെ ബാക്കി 4, 34നെ 4 കൊണ്ട് ഹരിച്ചാല് 4 8 32, ശിഷ്ടം 2, ശിഷ്ടം 2, ശിഷ്ടം 2. 33നെ 8 കൊണ്ട് ഹരിച്ചാല് 4 8 32, ശിഷ്ടം 1, അവിടെ ശിഷ്ടം 1 ആണ്. 76നെ 8 കൊണ്ട് ഹരിച്ചാല് 9 8 72, 72ന്റെ ബാക്കി 4, അവിടെ ശിഷ്ടം 4 ആണ്. ഇനി എടാ ഈ +4ഉം ഈ -4 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? വേണമെങ്കിൽ കളയാം. അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി 4 2 6 1 7 7 4 കുറച്ചാലും മതി. അല്ലെങ്കിൽ ഈ കിടക്കുന്ന +4ഉം ആ കിടക്കുന്ന -4 കട്ട് ചെയ്ത് കളഞ്ഞാല് ബാക്കി മിച്ചം ഉള്ളത് 2 + 1 3. 3നെ 8 കൊണ്ട് ഹരിക്കാൻ ഇനി പറ്റുമോ? ഇല്ല. അങ്ങനാണെങ്കിൽ 3 തന്നെയാണ് ഉത്തരം. 3 തന്നെയായിരുന്നു ആൻസർ. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചോദ്യം 215 × 313 × 243നെ 5 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും എടാ മക്കളെ 215നെ 5 കൊണ്ട് ഹരിച്ചാല് 215നെ 5 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം 0 അല്ലേ? ശിഷ്ടം 0 ആണ്, ശിഷ്ടം 0 ആണ്. ഇൻഡു ഇനി ഇവിടെ എന്തു കുന്തമെങ്കിലും വന്നോട്ടെ, എന്തെങ്കിലും വന്നോട്ടെ, പക്ഷേ ഇവിടെയും എന്ത് ആൻസർ എങ്കിലും വന്നോട്ടെ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാരണം എന്തെന്നറിയോ? 0നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ഉത്തരം 0 അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 0 വന്നു കഴിഞ്ഞാല് 0നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ഉത്തരം 0 അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ചെയ്യണ്ട എന്ന് മനസ്സിലായി. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ദാ പിടിച്ചോ, ഉത്തരം 3. പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ താണ്ട വന്നു. 125 × 47 × 85നെ 11 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ? ശിഷ്ടം എത്ര ആണെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും എടാ 125നെ 11 കൊണ്ട് ഹരിച്ചാൽ 11ന്റെ 11ാമത്തെ മൾട്ടിപ്പിൾ ആണ് 121 അല്ലേ? 11ന്റെ 11ാമത്തെ മൾട്ടിപ്പിൾ ആണ് 121. ആ 121ന്റെ ബാക്കി എത്ര? 121ന്റെ ബാക്കി 4 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ 47നെ 11 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര? 47നെ 11 കൊണ്ട് ഹരിച്ചാല് എടാ മക്കളെ 11നെ 4 കൊണ്ട് ഗുണിച്ചാല് 11 4 44 അല്ലേ? 44ന്റെ ബാക്കി എല്ലാം ശിഷ്ടം 3. 44ന്റെ ബാക്കി ശിഷ്ടം 3. അതേപോലെ 85നെ 11 കൊണ്ട് ഹരിച്ചാൽ സ്വാഭാവികമായിട്ടും 11 8 88 അത്ര ഇല്ല. 11 7 77. 77ന്റെ ബാക്കി എല്ലാം ശിഷ്ടമാ. 77ന്റെ ബാക്കി 77ഉം 8ഉം 85. കണ്ടോ? ഇതാണ് വരുന്നത്. ഇനി 4 3 കൂടെ ഗുണിച്ച എത്ര? 4 3 12. 12 8 കൂടെ ഗുണിച്ച എത്ര? 12 8 96. 12 8 96. ആ 96നെ 11 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര നോക്കിയാ പോരെ? 96നെ 11 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര നോക്കിയാ പോരെ?
എടാ കുഞ്ഞുങ്ങളെ, 11ന്റെ 8ാമത്തെ മൾട്ടിപ്പിൾ 88. 11ന്റെ 9ാമത്തെ മൾട്ടിപ്പിൾ 99. അത്ര ഇല്ല. അപ്പോൾ 11ന്റെ 8ാമത്തെ മൾട്ടിപ്പിൾ എത്ര? 88. 88ന്റെ ബാക്കി 8. 88ഉം 8ഉം അല്ലേ 96. അപ്പൊ ഉത്തരം 8 സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിച്ചു. സോ ഈ ഒരു ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചു. ചോദ്യം 18 പ്ലസ് 81 പ്ലസ് 27 പ്ലസ് 64നെ 9 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം. നമുക്കറിയാം, എടാ 18നെ 9 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര? അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എന്താ കാരണം? എന്താ? 18 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 18 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിളാ. സോ 9ന്റെ മൾട്ടിപ്പിളിനെ 9 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര എന്ന് ചോദിച്ചാൽ 0 അല്ലേ? എടാ 9ന്റെ മൾട്ടിപ്പിളിനെ 9 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 അല്ലേ? അപ്പോൾ 18 എന്ന് പറഞ്ഞ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ശിഷ്ടം 0. 81 നോക്കണ്ട, 81 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിളാ. സോ 81നെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0. അതേപോലെ അടുത്തത് 27. 27നെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0. കാരണം 27 എന്ന് പറയുന്ന സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് അവിടെയും ശിഷ്ടം 0 വരുന്നത്. 64നെ 9 കൊണ്ട് ഹരിച്ചാൽ 9 7 63. സോ 63ന്റെ ബാക്കി ശിഷ്ടം 1. വേറൊന്നുമില്ല. സോ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 0 0 0 എല്ലാം 1 എല്ലാം കൂടെ ചേരുമ്പോൾ 1 വരും. ആ 1നെ പിന്നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉത്തരം 1 1 പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ എടാ 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 9 9നെ 9 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്ന ചോദ്യം. നമുക്കറിയാം, ഈ 9ന്റെ പവർ എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? എടാ 9ന്റെ പവർ എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണ്. 4ന്റെ പവർ എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 7ന്റെ പവർ എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ 9ന്റെ പവറിനെ 9 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ എന്തായാലും ശിഷ്ടം 0. ഇവിടെയും ശിഷ്ടം 0. ഇവിടെയും ശിഷ്ടം 0. ഇവിടെയും ശിഷ്ടം 0. ഇവിടെയും ശിഷ്ടം 0. എല്ലാം കൂടെ കൂട്ടിയാലും ഉത്തരം 0. കാരണം എന്താണ്? 9ന്റെ പവറിനെ 9 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം 0. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. 8ന്റെ പവറിനെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0. എടാ 7ന്റെ പവറിനെ 7 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം 0. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇതാ വിളിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. ഇതാ കാണുമ്പോഴേ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു പൊന്നീച്ചയൊക്കെ പറക്കും. പക്ഷെ സംഭവം വളരെ സിമ്പിളാ. ഒന്നുമില്ല, നോക്കിയോ. 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 4നെ 4 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 അല്ലേ? ആണ്. അത് വിട്. 4 ഉണ്ട്, അല്ലെങ്കിൽ 4ന്റെ പവർ ഉണ്ട്. സോ അതുകൊണ്ട് ഈ ടൈമിനെ 4 കൊണ്ട് ഹരിച്ച അവിടെയും ശിഷ്ടം 0. കാരണം 4 കിടക്കുന്നില്ലേ? 4 എന്ന് പറഞ്ഞാൽ 4ന്റെ പവർ. ഇവിടെയും 4ന്റെ പവർ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ 4 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 അല്ലേ? ആണ്. എടാ ഇവിടെയും 4ന്റെ പവർ ഇല്ലേ? ഉണ്ട്. അപ്പൊ 4ന്റെ പവറിനെ 4 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 അല്ലേ? ആണ്. ഇവിടെയും 4ന്റെ പവർ ഉണ്ടോ? ഉണ്ട്. കാരണം 4⁻12. 4ന്റെ പവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ 0. 4ന്റെ പവർ ഇവിടെ ഇല്ലേ? ഉണ്ട്. അവിടെയും 0. സോ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. 0 അല്ലേ വരത്തുള്ളൂ. അപ്പം 0നെ പിന്നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആൻസർ എത്ര? 0 തന്നെയാണ് ആൻസർ. പരിപാടി കഴിഞ്ഞ്. ഇത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോണേ, 19ന്റെ പവറുകളാണ് കിടക്കുന്നത്. എത്ര കൊണ്ടാ ഹരിക്കേണ്ടത്? 19 കൊണ്ടാണ് ഹരിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 19ന്റെ പവറിനെ 19 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം 0. കാരണം 19ന്റെ പവർ എന്ന് പറഞ്ഞാല് അത് 19ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോണേ, ഇവിടെ എന്തായാലും 0. ഇവിടെയും 19ന്റെ പവർ ആണ് 0. ഇവിടെയും 19ന്റെ പവർ 0. ഇവിടെയും 19ന്റെ പവർ 0. ഇവിടെയും 19ന്റെ പവർ 0. അവിടെ 19ന്റെ പവർ അല്ല, 25. 25ന് 19 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം 6 അല്ലേ? 6. 25ന് 19 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം 6 ആണ്. കണ്ടോ, ഇവിടെ 6 വന്നത്. സോ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 6 അല്ലേ വരുന്നത്?
ആ 6നെ ഇനി 19 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എത്ര ഉത്തരം? 6 തന്നെയാണ് ആൻസർ. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പം കണ്ടോ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് എന്തൊക്കെയോ സംഭവം, ഇത് ഇത്രയും വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണം. കോൺസെപ്റ്റ് വളരെ ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോണം. ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കിയേ. എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 270. ഒരു സംഖ്യയെ 270 കൊണ്ട് ഹരിച്ചപ്പോൾ ഗോട്ട് റിമൈൻഡർ ആസ് 35. ശിഷ്ടം 35 കിട്ടി. സെയിം നമ്പർ വുഡ് ഡിവൈഡഡ് ബൈ 27. വാട്ട് വിൽ ബി ദ റിമൈൻഡർ? ഇതാണ് ചോദ്യം. എടാ മക്കളെ, ഒരു സംഖ്യയെ 270 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 35 കിട്ടി. അങ്ങനാണെങ്കിൽ അതേ സംഖ്യയെ 27 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ? അതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നമുക്ക് സംഖ്യ ഏതാണെന്ന് അറിയാമോ? ഇല്ല. സംഖ്യയെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഉണ്ട്. സംഖ്യ ഏതാണെന്ന് അറിയാവോ? ഇല്ല. ധാരണയുണ്ട് അല്ലേ? എന്താണ് സംഖ്യയുടെ പ്രത്യേകത? എടാ, ഒരു സംഖ്യയെ 270 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 35 കിട്ടി. അങ്ങനാണെങ്കിൽ ആ സംഖ്യ എന്ന് പറഞ്ഞാല് എടാ 270 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 35 ആണെങ്കിൽ ആ സംഖ്യ എന്ന് പറഞ്ഞാല് 270ന്റെ ഏതോ ഒരു ഗുണിതത്തിന്റെ കൂടെ 35 കൂട്ടിയാൽ പോരെ. കാരണം 270 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 35 കിട്ടിയിട്ടുണ്ടെങ്കിൽ 270ന്റെ ഏതോ ഒരു മൾട്ടിപ്പിളിന്റെ കൂടെ 35 കൂട്ടിയാൽ മതി. അത് ഏത് മൾട്ടിപ്പിൾ ആണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. ഫസ്റ്റ് മൾട്ടിപ്പിൾ ആണോ, സെക്കൻഡ് മൾട്ടിപ്പിൾ ആണോ, തേർഡ് മൾട്ടിപ്പിൾ ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സംഖ്യ 270 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 35 കിട്ടിയെന്ന് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ എന്ന് പറഞ്ഞാല് 270ന്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ, നമ്മൾ കെ എന്നെടുക്കാം, 270ന്റെ ഏതോ ഒരു മൾട്ടിപ്പിളിന്റെ കൂടെ 35 കൂട്ടിയാൽ മതി. ഇതാണ് സംഖ്യ. ഇതാണ് സംഖ്യ. ഇപ്പൊ ഓക്കെയാണ്. അതായത് 270 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 35 സെറ്റ്. അപ്പോൾ 270 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 35 ആണെങ്കിൽ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 270ന്റെ ഏതോ ഒരു ഗുണിതത്തിന്റെ കൂടെ 35 കൂട്ടിയാൽ മതി. എടാ, അതേ സംഖ്യയെ 27 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ? സംഖ്യ കണ്ടുപിടിച്ചു. സംഖ്യയെ 27 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ എത്രയാണ് ശിഷ്ടം എന്നാണ് ചോദിച്ചത്. നിങ്ങൾ നോക്കിക്കേ, 270ന്റെ ഒരു ഘടകമല്ലേ 27? 270ന്റെ ഒരു ഫാക്ടർ അല്ലേടാ 27? അപ്പോൾ 270ന്റെ ഏത് ഗുണിതത്തിനെയും 27 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 അല്ലേ വരത്തുള്ളൂ? അങ്ങനല്ലേ? 270ന്റെ ഒരു ഘടകം അല്ലെങ്കിൽ ഫാക്ടർ ആണ് 27. അപ്പൊ 270ന്റെ ഏത് മൾട്ടിപ്പിളിനെയും 27 കൊണ്ട് ഹരിച്ചാൽ 0. ശിഷ്ടം 0 ആണ്. അപ്പോൾ ഈ ഭാഗത്തെ ശിഷ്ടം 0 പ്ലസ് 35നെ 27 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര? ഒരു 27, 27ന്റെ ബാക്കി 8. 0ഉം 8ഉം കൂടെ കൂട്ടിയ എത്ര? 8. ആൻസർ 8. പരിപാടി കഴിഞ്ഞ്. കൊള്ളാമല്ലോ. ഇത്രേ ഉള്ളൂ പരിപാടി. ക്വസ്റ്റ്യൻ കാണുമ്പോഴോ എന്തോ ഭയങ്കര സംഭവം. നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ പിടി. എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 450. ഒരു സംഖ്യയെ 450 കൊണ്ട് ഹരിച്ചപ്പോൾ ഗോട്ട് റിമൈൻഡർ ആസ് 29. ശിഷ്ടം 29 കിട്ടി. അപ്പോഴേ നിങ്ങൾ എഴുതിക്കോണം, സംഖ്യ എന്ന് പറഞ്ഞാല് ദാ പിടിച്ചോ, 450 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 29 ആണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാല് 450ന്റെ ഏതോ ഒരു മൾട്ടിപ്പിളിന്റെ കൂടെ 29 കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് സംഖ്യ. അത്രേ ഉള്ള ഐഡിയ. 450 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 29 ആണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാല് 450ന്റെ ഏതോ ഒരു മൾട്ടിപ്പിളിന്റെ കൂടെ 29 കൂട്ടിയാൽ മതി. അപ്പൊ സംഖ്യ കിട്ടി. ഈ സാധനത്തിന് 25 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. എടാ കുഞ്ഞുങ്ങളെ, 450ന്റെ ഒരു ഘടകം അല്ലെങ്കിൽ ഫാക്ടർ അല്ലേ 25? ഘടകം അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 450നെ 25 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ.
അപ്പോൾ 450ന്റെ ഒരു ഘടകം അല്ലെങ്കിൽ ഫാക്ടർ ആണ് 25. അല്ലാതെ ഏത് ചോദിച്ചാലും നമുക്ക് ഒരിക്കലും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. സോ അതുകൊണ്ട് 450ന്റെ ഒരു ഘടകമാണ് 25. അപ്പോൾ 450ന്റെ ഏത് ഗുണിതത്തിനെയും 25 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 അപ്പൊ ഈ ഒരു ഭാഗത്തെ ശിഷ്ടം 0 പ്ലസ് 29നെ 25 കൊണ്ട് ഹരിച്ചാൽ ഒരു 25 25ന്റെ ബാക്കി 4 0 4 കൂടെ കൂട്ടിയാൽ 4 കണ്ടോ ആൻസർ 4 എന്ന് വരും. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ആൻസർ 4 ആയിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു സംഖ്യയെ 361 കൊണ്ട് ഹരിച്ചപ്പോൾ ഗോട്ട് റിമൈൻഡർ ഓഫ് 17 കിട്ടി. അതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്ന ചോദ്യം കാണുമ്പോഴേ നിങ്ങൾ പറയും സാറേ ഞങ്ങൾ ഇനി ചെയ്തോളാം, സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്തു. അപ്പൊ നിങ്ങൾ പറയും സാറേ സംഖ്യ എന്ന് പറഞ്ഞാല് സാറ് പറഞ്ഞ അനുസരിച്ച് 361 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 17 കിട്ടണം, അല്ലെങ്കിൽ കിട്ടി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം സംഖ്യ എന്ന് പറഞ്ഞാല് 361ന്റെ ഏതോ ഒരു മൾട്ടിപ്പിളിന്റെ കൂടെ 17 കൂട്ടുന്നതാണ്. അതെ, നിങ്ങൾ പറഞ്ഞ ശരിയാ, കറക്റ്റാ. സംഖ്യ എന്ന് പറഞ്ഞാല് 361ന്റെ ഏതോ ഒരു മൾട്ടിപ്പിളിന്റെ കൂടെ 17 കൂട്ടുന്നതാണ്. ഈ സാധനത്തിനെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. 361ന്റെ ഒരു ഘടകമാണ് 19, അങ്ങനെയുള്ളതേ ചോദിക്കത്തുള്ളൂ. ഈ മുകളിൽ കിടക്കുന്ന സംഖ്യയുടെ ഘടകമല്ലാത്തൊരു സംഖ്യ താഴെ വന്നാൽ ആൻസർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് അങ്ങനെ ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണം ഡേറ്റ ഇൻസഫിഷ്യന്റ് ആണെന്നുള്ള രീതിയിൽ പോകേണ്ടി വരും, കാരണം ആൻസറിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാവും. പക്ഷെ എപ്പോഴും ചോദിക്കുന്നത് ഈ നമ്പറിന്റെ ഒരു ഘടകമായിരിക്കും എപ്പോഴും താഴെ വരുന്നത്. കാരണം 361ന്റെ ഒരു ഘടകമാണ് 19, കാരണം 19ന്റെ സ്ക്വയർ അല്ലേ 361. അപ്പോൾ 361ന്റെ ഒരു മൾട്ടിപ്പിളിനെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും, കാരണം 19ന്റെ മൾട്ടിപ്പിൾ ആണ് 361. പ്ലസ് 17നെ 19 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 17 തന്നെയാണ് അവിടുത്തെ ശിഷ്ടം. പറ്റുവാണെങ്കിലേ ഹരിക്കാവുള്ളേ. 0യും 17ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് ഉത്തരം അല്ലെങ്കിൽ 17 എന്ന് വരും. സോ ആൻസർ 17 ആണ്, അവിടുത്തെ ശിഷ്ടം 17 ആണ്. സോ ഇതാണ് റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗത്തിന്റെ ആദ്യത്തെ ക്ലാസ്. അതായത് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് അടുത്ത ഭാഗത്തിലെ നമ്മൾ ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വരും. സോ ഇത് നന്നായിട്ട് പഠിക്കണം. ഈ പറഞ്ഞു നിർത്തി ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെച്ചിട്ട് രണ്ടാമത്തെ പാർട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോ, സാധനം പുറകിന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സോ റിമൈൻഡർ തിയറം എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലെ രണ്ടാമത്തെ ഭാഗവുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഈ പറഞ്ഞു പോയ ഈ കാര്യങ്ങളെല്ലാം ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് ബാക്കിയുള്ള ഭാഗത്തെയും ക്ലാസ്സുകൾ ഇതിന്റെ തുടർച്ചയായിട്ട് എഴുതിയെടുത്ത് ഇനിയും ഒരു ക്ലാസ് കൂടി, മൊത്തം 3 ഭാഗങ്ങളായിട്ടായിരിക്കും ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. 3 ഭാഗത്തെ നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുത്തു കഴിഞ്ഞാൽ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗത്തുള്ള 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ അടുത്ത പാർട്ടിലായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.